ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഇനി ഓഫറുകളുടെ ഓണക്കാലം. പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ, ഗോൾഡ് കോയിൻ, സൈക്കിൾ, ടേബിൾ ഫാൻ, മിക്സി, അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ. ഒപ്പം 24 മാസം വരെ നോ കോസ്റ്റ് EMI സൗകര്യവും. മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്ത് മേൽമുറി മഹദീൻ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത്. ഓൺലൈനായി ലഭിച്ച 1354 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. എയർപോർട്ടിന്റെ NOCയുടെ പ്രശ്നമുണ്ട്, റെയിൽവേ NOCയുടെ പ്രശ്നമുണ്ട്, അതൊരു ഡിഫൻസ് NOCയുടെ പ്രശ്നമുണ്ട്. ഇപ്പൊ കണ്ണൂരിലൊക്കെ വന്നൊരു പ്രശ്നം ഡിഫൻസ് NOCയുടെ പ്രശ്നമാണ്. പിന്നെ നാഷണൽ ഹൈവേയുടെ ആക്സസ് പെർമിഷന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം, നേരത്തെ പറഞ്ഞ എയർപോർട്ട്, റെയിൽവേ, ഡിഫൻസ്, ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഈ അദാലത്തിന്റെ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാർ കണ്ടിട്ടുണ്ട്. തീർച്ചയായും ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച ഈ വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ്. സർക്കാർ തലത്തിൽ അതിനുള്ള നടപടികൾ ഉണ്ടാവും. എല്ലാ അദാലത്തുകളിലും നാഷണൽ ഹൈവേ ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു, സർവീസ് റോഡുകളിലേക്കുള്ള ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു. അതില് ആക്സസ് പെർമിഷൻ കിട്ടുക അതീവ ദുഷ്കരമാണ് എന്ന് മാത്രമല്ല, പരാതി പോലും സ്വീകരിക്കുന്നില്ല എന്നതാണ്, അല്ലെങ്കിൽ അപേക്ഷ പോലും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് വന്നത്. ചില സ്വകാര്യ ഏജൻസികളാണ് ഇതിന്റെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ചില ഏജൻസികളെ ബന്ധപ്പെട്ടാൽ മാത്രമേ കിട്ടൂ. ഒരു കാര്യം സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതിവിടെ പ്രഖ്യാപിക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ താമസാവശ്യത്തിനുള്ള വീടുകൾക്ക് ആക്സസ് പെർമിറ്റ് ആവശ്യമില്ല എന്നതാണ്. ആ ആക്സസ് പെർമിറ്റ് ഇല്ലാതെ തന്നെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ TV ഇബ്രാഹിം MLA അധ്യക്ഷത വഹിച്ചു. UA ലത്തീഫ് MLA, കുറുക്കോളി മൊയ്തീൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, LSGD പ്രിൻസിപ്പൽ ഡയറക്ടർ സിറാം സാംബശിവ റാവു, ജില്ലാ കളക്ടർ VR വിനോദ്, മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, LSGD റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കാരാട്ട്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ 8:30 തന്നെ 2 കൗണ്ടറുകളിലായി രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. അദാലത്തിൽ പരിഗണിക്കുന്നതിനായി ജില്ലയിൽ 1354 പരാതികളാണ് ഓൺലൈനായി ലഭിച്ചിരുന്നത്. പരാതികൾ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള ഉപജില്ലാ അദാലത്ത് സമിതികൾ പരിശോധിച്ച് പരമാവധി തീർപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇവയിൽ അദാലത്ത് സ്ഥലത്ത് വെച്ച് തന്നെ അപേക്ഷകർക്ക് സേവനം ലഭ്യമാക്കി. ഓൺലൈൻ പരാതികൾക്ക് പുറമെ മന്ത്രി നേരിട്ടും പരാതികൾ സ്വീകരിച്ചു. LSGD അഡീഷണൽ ഡയറക്ടർ EK ബൽരാജ്, ചീഫ് എഞ്ചിനീയർ KG സന്ദീപ്, ചീഫ് ടൗൺ പ്ലാനർ ഷിജി E ചന്ദ്രൻ തുടങ്ങിയ സംസ്ഥാനതല ഉദ്യോഗസ്ഥരും ജില്ലാ ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ ഉൾപ്പെടെ ജില്ലാതല ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള 4ാം 100 ദിനകർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 10 വരെയുള്ള തീയതികളിൽ എല്ലാ ജില്ലകളിലും തദ്ദേശ അദാലത്ത് നടത്തി പൊതുജനങ്ങളിൽ നിന്ന് മന്ത്രി നേരിട്ട് പരാതികൾ കേൾക്കുന്നത്. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.